പ്രശ്നങ്ങൾ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ മഹത്തായ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷനും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശിഹാബുദ്ദീൻ മന്നാനി, ഈ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ബഹുമാന്യനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ഈ ബഹുജന മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. ഫലസ്തീൻ ജനത ഒരു ക്രൂരമായ വേട്ടയാടലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ അവരുടെ ധിക്കാരപരമായ നടപടികൾ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിൽ മാധ്യമ പ്രവർത്തകരും കുട്ടികളും നേഴ്സന്മാരും സ്ത്രീകളും ആബാലവൃദ്ധം ജനങ്ങളെയും നിഷ്ഠൂരം കൊന്നൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആ ജനതയ്ക്ക് ഭക്ഷണവും വസ്ത്രവും വെളിച്ചവും എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ സാഹചര്യം 2 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നാനാഭാഗങ്ങളിൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും പങ്കെടുക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ മാർച്ചുകൾ നടക്കുന്നു.
ജാതി മത വർണ്ണ ഭേദമന്യേ, ഭാഷ ഭേദമന്യേ എല്ലാ ജനങ്ങളും പലസ്തീനിൽ നടക്കുന്നത് ക്രൂരതയാണെന്നും അന്യായമാണ് എന്നും മനുഷ്യാവകാശ ലംഘനമാണ് എന്നും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ SDPI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത്. 5 മണിക്ക് സുലൈമാൻ സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച ഈ പ്രതിഷേധ ഐക്യദാർഢ്യ റാലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനിയാണ്. ഷിഹാബുദ്ദീൻ മന്നാനിക്ക് ഈ ഐക്യദാർഢ്യ പ്രോഗ്രാമിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ബഹുമാന്യനും ആദരണീയനുമായ നമുക്കെല്ലാം പ്രിയങ്കരനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അവർകളാണ്. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ഐക്യദാർഢ്യ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത്, വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് എൽ നസീമ, ഇസ്രായേലി ഉൽപ്പന്ന ബഹിഷ്കരണം പ്രഖ്യാപനവും കത്തിക്കലും നടത്തുന്ന പ്രാവുച്ചമ്പലം അഷ്റഫ് മൗലവി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം തുടങ്ങിയ മുഴുവൻ പേർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം അവസാനിക്കുന്നതുവരെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണമെന്നും അതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുവൻ ഭാഗവത്താക്കണമെന്നും ഇതിൻ്റെ ആദ്യ അവസാനം വരെ ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ കലാരൂപങ്ങളും പലസ്തീൻ ഐക്യദാർഢ്യ ഗാനങ്ങളുമൊക്കെ നടക്കുന്നതാണ്. അതിൽ മുഴുവൻ നിങ്ങളും സാക്ഷികളായി പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് SDPI, ജയ് ഹിന്ദ്. ഈ സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച SDPI തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമനയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നീതിക്കു വേണ്ടി ഈ ജനകീയ പ്രതിരോധത്തിന് നമ്മുടെ ശബ്ദങ്ങൾക്കും വ്യക്തമായ ദിശാബോധം നൽകേണ്ടതുണ്ട്. നാം ഇന്നിവിടെ ഉയർത്തുന്ന ഈ ഐക്യദാർഢ്യത്തിന്റെ സന്ദേശം കേവലം വാക്കുകളിൽ ഒതുങ്ങരുത്. അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകളായി ലോകത്തിന് മുന്നിൽ മുഴങ്ങണം. അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാകുന്നതാണ് നല്ലതെന്ന് കരുതി ഈ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പാർട്ടിയുടെ ദേശീയ സമിതി അംഗം പ്രിയപ്പെട്ട സഹോദരൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കർമ്മോത്സവരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ ബഹുമാന്യരായ മനുഷ്യ സ്നേഹികളായ മതേതര വിശ്വാസികളെ, ഇവിടെ നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച്, ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, ഇതിൻ്റെ പ്രമേയത്തെക്കുറിച്ച് ഒന്നും ഒരു വിശദീകരണവുമില്ലാതെ നമുക്കും രാജ്യത്തിനും ലോകത്തിനും ബോധ്യമുള്ളതാണ്. ഞാനിന്ന് വളരെ ഒരർത്ഥത്തിൽ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം 1 ലക്ഷം രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ട ഫലസ്തീനിന്, ഹമാസിൻ്റെ പോരാട്ടത്തിന്, ഗസയുടെ ഭരണകൂടത്തിന് രാഷ്ട്രീയമായും ധാർമ്മികമായും വിജയം വരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഫലസ്തീൻ വിജയിച്ചിരിക്കുകയാണ്. അതൊരു ചെറിയ വിജയമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലവും അതിന്റെ കാരണവും അതിന്റെ കാലദൈർഘ്യവും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. സത്യസന്ധമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞാൽ 4.5 നൂറ്റാണ്ട് നീണ്ടു നിന്ന ഒരു സമര പോരാട്ടമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾക്ക് നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. വിധവകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മക്കളെല്ലാം അനാഥരായിട്ടുണ്ട്. അംഗവൈകല്യം പേറിയവരുണ്ട്. രാഷ്ട്ര തലസ്ഥാന നഗരിയിൽ പോലും മരശിഖരങ്ങളിൽ ആടി ഉലഞ്ഞ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹന സമരത്തിലൂടെ മാത്രമായിരുന്നില്ല, ജീവാർപ്പണത്തിലൂടെ കൂടിയായിരുന്നു വൈദേശിക ദുഷ്ടശക്തികളിൽ നിന്നും വിമോചിതമായി ഇന്ത്യ നിർമ്മിക്കാൻ നമുക്ക് സാധ്യമായത്. ആ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ രക്തസാക്ഷികൾക്ക് ജാതിയും മതവും ഉണ്ടായിരുന്നില്ല. അവർ സ്വതന്ത്ര രാഷ്ട്രമോഹികളായ ഇന്ത്യക്കാരായിരുന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നാം ഇന്ന് സമരം ചെയ്യുന്നത്. ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്തതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരകളാക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യ മോഹമാണ്, ജന്മാവകാശ പരിരക്ഷയ്ക്ക് വേണ്ട നിലപാടാണ് ഫലസ്തീനിന്റെ സമര പോരാളികൾ ഉയർത്തിയത് എന്ന സത്യസന്ധമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവരുടെ സമര നിലപാടുകളെ അപഹസിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ, ഞാൻ പറയുന്നത് പല ആളുകളും അത്തരത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സംഘപരിവാർ സ്വാധീനമുള്ള മാധ്യമങ്ങളും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ്, ഇന്ത്യ രൂപീകരിക്കാൻ മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, ജനാധിപത്യത്തിന്റെ, പാരസ്പര്യത്തിന്റെ, നന്മയുടെ, മൂല്യങ്ങളുടെ ഭരണഘടനയ്ക്ക് വിധേയമായ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി 4.5 നൂറ്റാണ്ട് ഈ രാഷ്ട്രനിവാസികൾ ചെയ്ത സമരത്തെ സമാനമായ ഒരു സമര പോരാട്ടമാണ് ഫലസ്തീനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പിറന്നു വീണ മണ്ണിലാണ് സമരം നടത്തുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികളുടെ സർവാധിപത്യം പോലെ അതിനേക്കാൾ അഭയം നൽകപ്പെട്ട ഒരു ജനതയാണ് ഇസ്രായേൽ സമൂഹം, ജൂതന്മാർ, ഫലസ്തീൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിന് ഒരു തെറ്റിദ്ധാരണ കൂടി തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നത് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ്, പ്രതിക്രിയയുടെ ഭാഗമാണ് ഇന്ന് ഫലസ്തീൻ നടക്കുന്നത് എന്നാണ്. അവിടെ നാം ചരിത്രം വായിക്കേണ്ടതുണ്ട്. ലോക ചരിത്രത്തിൽ അത്തരമൊരു സംഘർഷം ഒരുപക്ഷെ 1917 മുമ്പുണ്ടായിട്ടില്ലെന്ന് നാം തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അത്തരമൊരു സംഘർഷം ലോകത്തുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ 2280 മുതൽ 1096 വരെ ലോക രാഷ്ട്രങ്ങളാൽ ആട്ടിയിറക്കപ്പെട്ട ജനതയായിരുന്നു ജൂത സമൂഹം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നായിരുന്നില്ല. അമേരിക്കയും ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെ, സ്പെയിൻ ഉൾപ്പെടെ സർവ്വ രാഷ്ട്രങ്ങളിൽ നിന്നും കൃത്യമായി കണക്ക് പറഞ്ഞാൽ 109 രാജ്യങ്ങളിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ജൂതന്മാർ. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇസ്ലാമിന്റെ ഖലീഫയായ ഉമറിന്റെ കാലം മുതൽ ലോകത്ത് സ്വസ്ഥമായി ജൂതന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന സൗകര്യമൊരുക്കി കൊടുത്ത, അവിടെ സർവ്വ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്ത, വളരെ ബൃഹത്തായി അവർക്ക് വേണ്ട സർവ്വ സാഹചര്യങ്ങളും വളർത്തിക്കൊടുത്ത ഒരു സംസ്കാരമായിരുന്നു, ഒരു ഭരണ സംവിധാനമായിരുന്നു ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനം, മുസ്ലിം ഖിലാഫത്തിന്റെ ഭരണ സംവിധാനം എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് ബോധ്യം വരും. അങ്ങനെ അഭയാർത്ഥികളായി കടന്നു വന്ന ജൂതന്മാർ ഫലസ്തീനിൽ പിന്നീട് പ്രശ്നമുണ്ടാക്കി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനം കലാപം രൂപപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയാണ്. ലോകത്ത് മധ്യസ്ഥം വഹിക്കേണ്ട ഉത്തരവാദിത്വം ഐക്യരാഷ്ട്രസഭയ്ക്കാണ്. ലോകരാഷ്ട്രങ്ങളെ രമ്യതയിലെത്തിക്കുന്നവരുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി തന്നെ രൂപം കൊണ്ടതാണ് ഐക്യരാഷ്ട്രസഭയെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് നിരാഷ്ട്രം എന്ന് പറയുന്ന ഫലസ്തീനികൾക്ക് ഒരു രാജ്യം
രാജ്യം ജൂതന്മാർക്ക് രാജ്യം എന്ന നിലയിൽ ഫലസ്തീനിന്റെ മണ്ണിനെ വിഭജിച്ചുകൊണ്ട് നാം അതാണ് തിരിച്ചറിയേണ്ടത്. ഫലസ്തീനികൾ ജനിച്ചു വീണ, അവർ വളർന്ന, അവരുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധമുള്ള, ആത്മീയ വൈകാരികതയുമായി ബന്ധമുള്ള അത്തരം അവരുടെ സ്വന്തം നാടിനെ വിഭജിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഒരാട്ടം കൊടുക്കുന്നതാണ് ഇസ്രായേൽ രാജ്യം. അത് ഐക്യരാഷ്ട്രസഭയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ശേഷം എന്താണ് സംഭവിച്ചത്? ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചു, ഐക്യരാഷ്ട്രസഭയുടെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഇസ്രായേൽ ചെയ്തത് എന്താണ്? വിഭജിക്കപ്പെട്ട ബാക്കി വരുന്ന ഫലസ്തീന്റെ 50% വിവിധ യുദ്ധങ്ങളിലൂടെ വെട്ടിപ്പിടിച്ചുവെന്നതാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. ഇസ്രായേലാണത് ചെയ്യുന്നത്, ജൂതന്മാരാണ് ചെയ്തത്. അങ്ങനെ അവശേഷിക്കുന്ന 50%ന്റെ 50% കൂടി ഇസ്രായേൽ കൈയടക്കുകയാണ്. പിന്നീട് അവശേഷിച്ചതൊരുത്തിൽ ഇപ്പോൾ തന്നെ നാം ആലോചിക്കേണ്ടത്, ജനാധിപത്യപരമായി ജനങ്ങൾ അഭിമുഖീകരിച്ച് 15 വർഷമായി ഗസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ഹമാസ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത്, ജനവിധി നേടിയ പ്രസ്ഥാനമാണത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രസ്ഥാനമാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ഗസയുടെ ഭരണമേൽപ്പിച്ച ഒരു സംവിധാനമാണ് ഹമാസ് എന്ന് പറയുന്നത്. ഒരു സൈനിക സംവിധാനം മാത്രമല്ല, രാഷ്ട്രീയ അധികാരം കൂടിയാണ് അവർ. ആ തിരിച്ചറിവും ഓർമ്മയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ കഴിഞ്ഞ 15 വർഷമായി ആ ജനത ഹമാസിനെ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ കരയും, അതോടൊപ്പം റോഡും വാനലോകവും ആകാശം മുഴുവനും തടഞ്ഞുകൊണ്ട് സർവ സ്വാതന്ത്ര്യം തകർത്തുകൊണ്ട് ഉപരോധിക്കപ്പെട്ട ഒരു സമൂഹം കൂടിയാണ് ഗസക്കാർ. ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഒന്നും നടക്കാത്ത ഒരു പ്രദേശമാണ് ഗസ. അത് നമ്മൾ തിരിച്ചറിയണം. അത്രത്തോളം ഒരു ജനാധിപത്യ ഭരണകൂടത്തെ, ഗസയുടെ ഭരണകൂടത്തെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഫലസ്തീനിൽ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന മാത്ര ചിന്തയല്ല വേണ്ടത്. അവിടെ നമ്മൾ അറിയേണ്ടത്, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗങ്ങളുണ്ട് ഗസയുടെ ഭരണ സംവിധാനത്തിൽ. അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗമുണ്ട്, CPIM പോലും അംഗമുണ്ട്. അവിടെ ഫലസ്തീനിന്റെ അഥവാ ഗസയുടെ ഭരണ സംവിധാനത്തിൽ മെമ്പർമാരുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർവകക്ഷി ഗവൺമെന്റ് എന്ന താല്പര്യം ഹമാസ് മുന്നോട്ട് വെച്ചപ്പോൾ ഇത്തരം കക്ഷികളൊന്നും അതിൽ അംഗമായില്ല എന്നത് മാറ്റി നിർത്തിയാൽ, ഇത്തരത്തിൽ എല്ലാവരും പ്രവർത്തിക്കുന്ന, എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള, അങ്ങനെ സർവർക്കും സ്വാധീനമുള്ള, മതനിഷേധികൾക്ക് പോലും സ്വാധീനമുള്ള, സൗകര്യമുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശമാണ് ഹമാസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന ഗസ. ഇത് നാം തിരിച്ചറിയണം. അതാണ് ഗസ, അതാണ് ആ പ്രദേശം. ഹമാസ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. അത്തരമൊരു രാഷ്ട്രീയ നേതൃത്വത്തെ, ആ ഭരണ സംവിധാനത്തെ പ്രദേശവാസികളെ 15 വർഷമായി സർവ്വതലത്തിൽ ഉപരോധത്തിൽ ഏർപ്പെടുത്തി അനങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിൽ ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തോടെ ആവർത്തിച്ച് പറയുന്നു, ഇവിടെയാണ് പറയുന്നത്, ഗസക്കാര് വിജയിച്ചു, ലോകത്തിന്റെ മനുഷ്യത്വം വിജയിച്ചു. ഇവിടെ സൈനിസം വിതച്ച ഭീകരതയെ ലോകത്തിന്റെ മാനവിക ബോധവും നിശ്ചയദാർഢ്യവും ജനാധിപത്യ ബോധവും മനുഷ്യ സ്നേഹവും അതിജീവിച്ച് ലോകത്ത് അത് പ്രകാശം ചൊരിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. ദീർഘമാക്കുന്നില്ല, ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ട്രംപിന്റെ ചില പദ്ധതികളുണ്ട്, 20 പദ്ധതികൾ. വളരെ ഒരുപക്ഷെ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമുക്കെല്ലാം ആശങ്ക തോന്നി. നമുക്കെല്ലാം ആശങ്ക മാത്രമാണ് തോന്നിയത്. ഗസയെ വളരെ കോളനിവൽക്കരിക്കുന്ന ചില പദ്ധതികൾ എന്നാണ് നമുക്ക് തോന്നിയത്. അത് തന്നെയായിരുന്നു നമ്മുടെ അജണ്ടയും. സത്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 15 ദിവസത്തിന്റെ ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ, അറബ് ഭരണകൂടവും അതോടൊപ്പം ഇസ്രായേലിന്റെ തൽപര കക്ഷികളും അമേരിക്കയും ഒരുമിച്ചിരുന്നു കൊണ്ടുണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറ് അത്യാവശ്യം പൊതുബോധത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കരാറായിരുന്നു എന്ന് ധരിച്ചിരുന്നുവെങ്കിൽ, പിന്നീട് ട്രംപും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഏകപക്ഷീയമായ കരാറായി മാറി. പക്ഷെ ആ കരാറിനോട് ലോകത്തെ ചരിത്രത്തിൽ ഇത്രയും പക്വമായ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച, ഇത്രയും സ്വീകാര്യമായ ഒരു സമീപനം സ്വീകരിച്ച, ഇത്രയും ഉദാത്തമായ ഒരു സമീപനം സ്വീകരിച്ച, വളരെ കൃത്യമായി ആ ഹമാസിന്റെ ഡിപ്ലോമസിയെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. എത്ര പ്രശംസനീയമായ സമീപനമാണ്. ആ കരാറിനെ സ്വാഗതം ചെയ്തു. ഞാനൊക്കെ വ്യക്തിപരമായി
ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നല്ലോ എന്ന് വിചാരിച്ചു, എന്ത് മറുപടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സമീപനമാണ് ഹമാസിന്റെ. ഞാൻ പറയുന്നത് അവിടെ രാഷ്ട്രീയ അനുഭവമാണ്, അവിടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്, അവിടെ ധാർമ്മികമായ ഉന്നത മൂല്യമാണ്, അവർ ഒരു സമൂഹത്തോട് കാണിക്കുന്ന ഉത്തരവാദിത്വമാണ്. അങ്ങനെ ലോകത്ത് ഇത്രയും നല്ല ഒരു ഡിപ്ലോമാറ്റിക് ആയ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ഹമാസിലൂടെ ലോകം കാണുന്നത്. ഒരു ചെറിയ കാര്യമല്ല, അത്ഭുതം. അവര് പറഞ്ഞു ഓക്കെ, എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു. അംഗീകരിച്ച രീതി എന്താണ്? ട്രംപ് ഇടപെട്ടതിനെ പ്രശംസിച്ചു. എന്താണ് ഇസ്രായേൽ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും എഴുതുന്നത്? നെതന്യാഹു പരാജയപ്പെട്ടു, ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു, അടിമത്തം പേറുകയാണ് എന്ന് പറഞ്ഞാൽ ആശങ്ക വിതയ്ക്കപ്പെട്ട, അസ്വസ്ഥത വിതയ്ക്കപ്പെട്ട, ഉറക്കം നഷ്ടപ്പെട്ട, ആത്മാഭിമാനത്തിന് ശോഷണം സംഭവിച്ച ഒരു സംഘമായി ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറുമ്പോൾ ഗസയുടെ രാഷ്ട്രീയ നേതൃത്വം ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ മനുഷ്യത്വത്തോടൊപ്പമാണ്, ഞങ്ങൾ മാനവികതയോടൊപ്പമാണ്, ഞങ്ങൾ മധ്യസ്ഥർ അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ ഉത്തരവാദിത്വത്തോടെ ചില ഇടപെടലുകൾ നടത്തി. എത്ര ബൗദ്ധികമായ രീതിയാണത്, എത്ര ബുദ്ധിപരമായ രീതിയാണത്. ഞാൻ പറഞ്ഞത് ലോകമാധ്യമങ്ങൾ, അതോടൊപ്പം നമ്മുടെ കേരളത്തിന്റെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിന്റെ സമീപനത്തെ സോഷ്യൽ മീഡിയകളിലൂടെ ആദ്യമായി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പേജിൽ അദ്ദേഹം ഹമാസ് കൊടുത്ത മറുപടിയെ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടിയിലുള്ളത്? ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയാണ്, നിരപരാധികളെ കൊന്നൊടുക്കുകയാണ്, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി. അത്തരം ഒരു പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ഹമാസ് എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്കമായ മറുപടിയെ ലോകത്തിന് മുന്നിൽ ആഹ്ലാദത്തോടെ അവതരിപ്പിച്ച് ഏറ്റവും നല്ല ദിനങ്ങളിലൊന്നാണിത് എന്ന് പരസ്യമായി ലോകത്തോട് പറയുന്ന തലത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന് പോലും എത്തേണ്ടി വന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പക്വതയെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ചെറിയ കാര്യമല്ല, അത്തരം ഒരു ഡിപ്ലോമസി, ആ നയതന്ത്രത്തിന്റെ വൈദഗ്ധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തോ അഭൗമമായ സഹായം ലഭ്യമാകുന്നത് പോലെ. ഞാൻ പറഞ്ഞത് നമുക്കാകെ വല്ലാത്ത പ്രയാസം തോന്നി. ഞാൻ അതാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. രാഷ്ട്രീയമായി വിജയം വരിച്ചിരിക്കുന്ന ഫലസ്തീനികൾ ഗസയുടെ ചുടക്കുട്ടികളുടെ പോരാട്ടത്തിലൂടെ ധാർമ്മികമായി വിജയം വരിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫലസ്തീൻ അംഗീകരിക്കാൻ വിരോധ കാണിച്ചിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മത്സരിച്ച് അംഗീകരിക്കുകയാണ്, ഫലസ്തീൻ അംഗീകരിക്കുകയാണ്. ഇറ്റലിയിലും സ്പെയിനിലും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സമരം നടത്തുക. ലോകത്തിന്റെ യുവത്വം ഫലസ്തീനികൾക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രമില്ല, ഭേദമില്ല, ഒരു ഭേദവുമില്ലാതെ മനുഷ്യത്വമുള്ള ലോകത്തിന്റെ ഭൂരിപക്ഷം മനുഷ്യത്വമുള്ളവരാണ്, മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ ചെറിയ ന്യൂനപക്ഷമാണ് ഫാഷിസവും നാസിസവും അതോടൊപ്പം തന്നെ ഇത്തരം സൈനിസ്റ്റുകളും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ലോകം ഇന്ന് ഫലസ്തീനോടൊപ്പമാണ്. ലോകത്തിന്റെ യുവത ഫലസ്തീനോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. ലോകത്തിന്റെ ക്യാമ്പസുകൾ അവർക്ക് സിന്ദാബാദ് വിളിക്കുകയാണ്. ലോകത്തിന്റെ സ്ത്രീകൾ മുഴുവനും തെരുവിലിറങ്ങി പിഞ്ചു മക്കൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. അങ്ങനെ ലോകത്ത് നന്മ പറ്റാത്ത ലോകത്തിന്റെ ഭൂരിപക്ഷം ഫലസ്തീന ലോകത്തിനും അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ഞങ്ങൾ പിറന്നു വീണ മണ്ണിൽ ജനാധിപത്യപരമായ സ്വസ്ഥമായ സ്വാതന്ത്ര്യത്തോടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്, അതിനു വേണ്ടിയാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്ന ഫലസ്തീനികളെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ ലോകം മുഴുവനും അതിന്റെ ചരിത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയിച്ചില്ലേ? രക്തസാക്ഷിത്വം സ്വാഭാവികമാണ്, രക്തസാക്ഷിത്വം അഭിമാനകരമാണ്. അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, നിലപാടിന് വേണ്ടിയാണ്, അത് ലോകത്തെ തിന്മയ്ക്കെതിരെയുള്ള നിലപാടാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളം അയൽരാഷ്ട്രങ്ങൾക്കെതിരെ സമരം പോരാട്ടം നടത്തുന്നത് പോലെ, ഏതോ രാഷ്ട്രവും അങ്ങനെ പോരാട്ടം നടത്തുന്നത് പോലെ ഫലസ്തീനിന്റെ മക്കൾ നടത്തിയ പോരാട്ടം അവരുടെ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടമാണ്, അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്, ക്രൂരതക്കെതിരെ, സൈനിസത്തിനെതിരെ, മാനവികത പക്ഷമുയർത്തിപ്പിടിച്ചുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടത്തിയത്. അത് രക്തസാക്ഷിത്വം വരെ പ്രതീക്ഷിക്കുന്നതാണ് ഏതൊരു പോരാളിയെ പോലെയും, ഏതൊരു ജനാധിപത്യവാദിയെ പോലെയും. അത് തന്നെയാണ് അറബ് നപുംസക രാഷ്ട്രീയ നേതൃത്വത്തെ നോക്കിക്കൊണ്ട് ലോകത്തിന്റെ പോരാട്ടങ്ങളെ വിലയിരുത്താൻ കഴിയില്ല.
സുഖലോലുപതി അടിമറ്റ പേറുന്നവർക്ക് ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കാൻ മനസ്സ് വരികയില്ല. സുഖലോലുപതിയാണ് ജീവിത താല്പര്യമെന്ന അബദ്ധധാരണ വെച്ചു പുലർത്തുന്നവർക്ക് നിവർന്നു നിന്നുകൊണ്ട് മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല. അസമത്വത്തിനും അനീതിക്കുമെതിരെ വിരൽ ചൂണ്ടാൻ അവർക്ക് ശേഷി ഉണ്ടാകില്ല. അവർ എപ്പോഴും മുട്ടിലിഴയുന്നവരായിരിക്കും. അത് ആര് ഭരിച്ചാലും എവിടെയാണെങ്കിലും അത് നിലപാടില്ലായ്മ അവിടെ ആസ്വാദനത്തിന്റെ ആസക്തിയുടെ അളവുകോലായി നാം കാണണം. അതല്ലാതെ നിലപാടുള്ളവർക്ക്, ലക്ഷ്യമുള്ളവർക്ക്, മാനവിക ബോധമുള്ളവർക്ക്, ഉത്തരവാദിത്വ ബോധമുള്ളവർക്ക്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്ക് ഒരു നിലപാടുണ്ടാകും. അവർ നിർഭയരായിരിക്കും. മരണം അവരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഒടുക്കമല്ല, അത് പോരാട്ടത്തിന്റെ താല്പര്യമാണ്, മാനവികതയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. അത് തന്നെയാണ് ഫലസ്തീനികൾ തിരിച്ചറിഞ്ഞത്. 1,00,000 പേർ രക്തസാക്ഷികളായി. ആ രക്തസാക്ഷിത്വ വിശ്വാസത്തിന്റെ ഭാഷയിലും രാഷ്ട്രത്തിന്റെ ഭാഷയിലും രാഷ്ട്രീയത്തിന്റെ ഭാഷയിലും അവർ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ആ ഫലസ്തീനെ ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുന്ന അതിവിദഗ്ധനായ രാഷ്ട്രീയ നേതൃത്വമായി ഫലസ്തീന്റെ രാഷ്ട്രീയ നേതൃത്വം മാറി. വിജയിച്ചില്ലേ? എന്താണ് കരാറിന്റെ ട്രംപ് കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായി പറയുന്ന എന്താണ്? ഹമാസ് ആയുധം ഉപേക്ഷിക്കണം. ഹമാസ് പറഞ്ഞ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, ഞങ്ങൾ ആയുധം ഉപേക്ഷിക്കാം. ഞങ്ങൾ തുടങ്ങിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫലസ്തീനെ ലോകം അംഗീകരിക്കണം, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കണം, ഫലസ്തീനികൾക്ക് സ്വതന്ത്രമായി ഫലസ്തീൻ ഭരിക്കാൻ അവസരമുണ്ടാക്കി തരണം. അന്ന് തീർന്നു ഞങ്ങളുടെ പ്രസക്തി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇന്നും അത് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവാഞ്ചലിസ്റ്റായ ദൈവത്തിന്റെ ഉൾവിളി ഉണ്ടായപ്പോൾ ഇറാഖിനെ ഞാൻ ആക്രമിച്ചു എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബുഷിനെ അന്ധമായി പിന്തുണച്ച ടോണി ബ്ലെയർ എന്ന ഇവാഞ്ചലിസ്റ്റ് എന്ന ക്യാപിറ്റലിസ്റ്റിന്, ആ മുതലാളിത്തവാദിക്ക് ഗസയെ സീറെഴുതി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അറബ് ലോകത്തിന്റെ പ്രതിനിധികളും ഫലസ്തീനിലെ പ്രതിനിധികളും ഒരുമിച്ചിരുന്നുകൊണ്ട് അറബി ലോകം അഥവാ അർഹതപ്പെട്ടവർ ഫലസ്തീനികൾ ഒരു രാഷ്ട്രീയ നേതൃത്വമായി ഭരിക്കട്ടെ. ഞങ്ങൾ ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാം, അന്നായുധവും ആ ഭരണകൂടത്തെ ഏൽപ്പിക്കാം. ആ ഭരണകൂടത്തെ ഏൽപ്പിക്കാം. അതാണല്ലോ ലോകത്ത് ഞങ്ങൾ അവരെ ഏൽപ്പിക്കാം. എത്ര പക്വമായ സമീപനമാണ്. ഞങ്ങൾ ആയിരം അടിയറ വെക്കില്ല എന്നല്ല, തിരിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നില്ല. അത് അമേരിക്കക്കല്ല കൊടുക്കുന്നത്, ഇസ്രായേലിനല്ല. ഈ നാട്ടുകാരെ നിങ്ങൾ അധികാരം ഏൽപ്പിക്കാൻ, ഞങ്ങൾക്ക് അധികാരത്തിൽ പങ്കുവേണ്ട, ഞങ്ങൾ അവരെ ഏൽപ്പിക്കാം ആയുധം, അവിടെ അവസാനിപ്പിക്കാം പോരാട്ടം. കാരണം ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആത്യന്തികമായ താല്പര്യം സ്വതന്ത്ര പരമാധികാര ഗസയും ഒരു ഫലസ്തീനുമാണ്. ആ ഫലസ്തീൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന് വിധേയമായി ലോകം അംഗീകരിക്കലാണെങ്കിൽ ഇന്ന് വരെ അംഗീകരിക്കാതിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാന്യനായ ട്രംപിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ അത്ര ഒരു പ്രായോഗികതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ നമുക്ക് എളുപ്പമായി എന്ന്. അങ്ങനെ ഓരോന്നും പരിശോധിച്ചു നോക്ക്, ഓരോന്നും നമ്മൾ പരിശോധിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറയുന്നത് ആത്യന്തികമായി ഫലസ്തീനിലെ പോരാളികൾ വിജയിക്കും. ഇപ്പൊ പ്രതിസന്ധിയിലായതല്ല, ഞാൻ ഒന്നുകൂടി പറയാം. വളരെ വളരെ രസവും സന്തോഷകരമായിട്ടുള്ള ഇത് ട്രംപ് പറയാണ്. എന്തെന്ന്? ഇസ്രായേല് ഗസയിൽ നടത്തിയത് വംശഹത്യയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യാണ്. അത് ആരെഴുതി കൊടുത്തതാ? ഹമാസ് എഴുതി കൊടുത്തതാ. അതിന്റെ ഒരു രാഷ്ട്രീയ മേൽക്കൈ നിങ്ങൾ ആലോചിക്ക്. എന്താണ് ഫ്രഞ്ച് പ്രസിഡന്റും ഒക്കെ പറഞ്ഞെന്താണ്? ഹമാസിന്റെ പ്രതികരണം സ്വാഗതാർഹമാണ്, ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പക്വമായ സമീപനമാണ്, എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ഉണ്ടാകട്ടെ എന്ന്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു വിചാരിച്ചത് വീണ്ടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നിരപരാധികളെ കൊന്നെടുക്കുന്ന പ്രക്രിയയ്ക്ക് ഹമാസ് തന്നെ ഒരു വഴിയൊരുക്കി കൊടുക്കുമെന്ന അത്തരം ഒരു അവിവേകികളും വൈകാരിക ജീവികളുമായവരാണ് എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ്. അല്ല, ലോക രാഷ്ട്രീയ നേതൃത്വത്തിൽ പക്വമായ രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം ചേർത്ത് പറയാൻ പറ്റുന്ന സംഘമാണ് ഞങ്ങൾ, മാനവികതയാണ് നിങ്ങളുടെ മുഖമുദ്രയെന്ന് ബോധ്യപ്പെടുത്തിയവർ. അതാണ് ലോകത്ത് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദമായ ചരിത്രങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം വളരെ കൃത്യമായി എന്തായിരുന്നു ഫലസ്തീനെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഓരോ പ്രമേയങ്ങൾ എന്തായിരുന്നുവെന്നും അതെല്ലാം നടപ്പിലാക്കിയെന്നെല്ലാം നമുക്ക് ബോധ്യമുണ്ട്. അതെല്ലാം അതുൾപ്പെടെ സമകാലികന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ ഫലസ്തീൻ പോരാട്ടത്തിന്റെ മുന്നില്ലെങ്കിൽ ഫലസ്തീനെതിരുള്ള നീക്കത്തിന്റെ മുന്നിൽ ചില ആത്മീയ ധാരകളുണ്ട്. ഇത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവാഞ്ചലിസ്റ്റുകളും സൈനിസ്റ്റുകളുമാണ്.
ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇറാഖിനെ ആക്രമിക്കാൻ ദൈവത്തിന്റെ ഉൾവിളി ഉണ്ടായി എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ, അമേരിക്ക ഭരിച്ച ഭരണകൂടത്തെ പരിശോധിക്കുമ്പോൾ 2 പേരൊഴിച്ച് മുഴുവൻ ആളുകളും ഇവാഞ്ചലിസ്റ്റുകളായിരുന്നു. അവർ ക്രൈസ്തവരായിരുന്നില്ല. അതോടൊപ്പം ടോണി ബ്ലെയർ ക്രൈസ്തവനല്ല, ഇവാഞ്ചലിസ്റ്റ് ആണ്. ലോകത്ത് അവർക്ക് പശ്ചിമേഷ്യയിൽ ചില താല്പര്യങ്ങളുണ്ട്. ഇറാഖ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യ മുഴുവൻ തകർക്കുക എന്നത് ഇവാഞ്ചലിസത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യമാണെങ്കിൽ അതിനുവേണ്ടി സൈനിക നടപടി സ്വീകരിച്ച് ഇറാഖിനെ തകർത്തുവെങ്കിൽ ഇതാണ് പശ്ചിമേഷ്യയിൽ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അബ്രഹാം കരാർ എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനമുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ, 2ാമത് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി പറഞ്ഞത് അബ്രഹാം കരാർ കൊണ്ടുവന്ന ഞങ്ങളാണ്. എന്താണ് അബ്രഹാം കരാർ? അതിന്റെ ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ലോകത്ത് സർവ്വമതക്കാരും അംഗീകരിച്ച ഒരു പ്രവാചകനാണ്. വ്യത്യസ്തമായ സമീപനമാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഖത്തറിന്റെ അമീറും സൗദി അറേബ്യയുടെ ഭരണാധികാരിയും യുഎഇയുടെ ഭരണകൂടവും ഇസ്രയേലും അമേരിക്കയും ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്ത് 2050 പുലരേണ്ട പുതിയ വ്യാവസായിക മുന്നേറ്റത്തിന്റെ ഭാഗമായി മഠത്തിന്റെ ചേരുവയിൽ കോർത്തിണക്കിയ ഒരു കരാറാണ് ഇബ്രാഹിം നബിയുടെ അബ്രഹാമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള കരാർ. അതിൽ വലിയൊരു കോറിഡോർ വരുന്നുണ്ട്. വ്യവസായത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പദ്ധതിയിൽ ഒരു തീരദേശത്തിലൂടെ അത് കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഭൂപ്രദേശം കൂടിയാണ് ഗസ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഗസയെ കുടിയൊഴിപ്പിക്കൽ ട്രംപിന്റെ മാത്രം പദ്ധതിയല്ല, അത് സൗദിയുടെ പദ്ധതിയാണ്, ഇന്ത്യയുടെ പദ്ധതിയാണ്, ഇസ്രയേലിന്റെ പദ്ധതിയാണ്, യുഎഇയുടെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് അവിടം വിട്ട് അവരങ്ങ് പോകട്ടെ എന്ന് പറയുന്നതിന് സർവരും ഒപ്പുചേർത്തുന്നതിന്റെ സാമ്പത്തികമായ ന്യായം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ നടന്ന ഇവിടെ നടന്ന ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞാൻ പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ്, അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, തലമുറയുടെ വളർച്ചയുടെ ഭാഗമാണ്, വികസനത്തിന്റെയും ഭാഗമാണ്. അത് രാജ്യത്ത് നിലനിൽക്കണം, അത് ലോകത്ത് നിലനിൽക്കണം. മനുഷ്യത്വം എന്ന് പറയുന്നത് പെൺമകൾക്ക് നിലപാടിന്റെ ഭാഗമാണ്, അത് നന്മയുടെ ആകത്തുകയാണ്. അതും സമൂഹത്തിൽ ഉണ്ടാകണം. അവരവന്റെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിച്ച്, അവരവന്റെ ആചാരങ്ങൾ കാത്തുസൂക്ഷിച്ച്, അവന്റെ വിശ്വാസരാഹിത്യം നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകം മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു ഐക്യബോധത്തിന്റെ ഒരു സമരാഹ്വാനം നടത്താൻ, അല്ലെങ്കിൽ ഒരു സമര കൂട്ടായ്മ നടത്താൻ, ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഹമാസിന്റെ മക്കൾക്ക്, ഗസയുടെ പോരാളികൾക്ക്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഇന്നിന്റെ സംഗമം ഉൾപ്പെടെ ലോകം മുഴുവനും ദശലക്ഷക്കണക്കിനാക്കുക ഓരോ ദിവസവും ഗസ എന്ന് പറഞ്ഞുകൊണ്ട്, മാനവികത എന്ന് പറഞ്ഞുകൊണ്ട്, മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുയർന്നെത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് ലോകം മാനവികതയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭീകര പ്രത്യാശാസ്ത്രങ്ങൾ സൈനിസമായാലും, അത് ഫാഷിസമായാലും, അത് സൈനിസമായാലും, അത് ഏഡിസങ്ങളായാലും അതെല്ലാം വഴിമാറിക്കൊണ്ട് മാനവികത ലോകത്ത് സർവാധിപത്യം പുലർത്തും. സർവരാഷ്ട്രങ്ങളും ആ മൂല്യങ്ങൾക്ക് വിധേയമാകും. ജനാധിപത്യവൽക്കരിക്കപ്പെടും. മാനവിക മൂല്യങ്ങൾക്ക് വിധേയമായ ഒരു ക്രമം അവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുമെന്നതിന്റെ സൂചന കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യപരമായ വിജയം കൂടിയാണ്. ഹമാസിന്റെ വിജയം, ഗസയുടെ വിജയം, ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, രക്തസാക്ഷികൾക്ക് അതിന് അവർ വിചാരിച്ച ധാർമ്മികമായ പ്രതിഫലമുണ്ട്. രാഷ്ട്രീയമായി അവർ ലക്ഷ്യം പ്രാപിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ കാപട്യം പേറുന്ന സ്വാർത്ഥരായ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ട്രംപ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും അട്ടിമറിച്ചേക്കാമെങ്കിലും ഇന്ന് വരെയുള്ള ഇന്ത്യന്റെ അവസ്ഥ വെച്ചുകൊണ്ട് പറയുന്ന അഭിമാനത്തോട് ഗസ വിജയിച്ചിരിക്കുന്നു, ഫലസ്തീൻ വിജയിച്ചിരിക്കുന്നു. ലോകത്തിന് മനുഷ്യത്വം തിരിച്ചറിയാൻ അവസരമൊരുക്കി കൊടുത്തിരിക്കുന്നു. ആ പോരാളികൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ജനാധിപത്യ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രശസ്തയായ എഴുത്തുകാരി പറഞ്ഞു, എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും, കാരണം എന്റെ മക്കളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് എന്ന്. അത് പറഞ്ഞത് മതം നോക്കി പറഞ്ഞതല്ല, മനുഷ്യത്വം നോക്കി പറഞ്ഞതാണ്. ലോകത്ത് സംഗീതജ്ഞരുൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ലോകം അംഗീകരിക്കുന്ന സർവരും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു സഹോദരി മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല പലസ്തീനുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് മനുഷ്യത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാട്. മനുഷ്യത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മുന്നിൽ സർവ തിന്മയുടെ അച്ചുനന്തുകളും തകർപ്പതരിപ്പണമാകും. മൂല്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അതിനൊരിക്കൽ കൂടി അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പോരാളികൾക്ക്, ഫലസ്തീനുകൾക്ക്, ലോകത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു കാര്യം പറയുക
മാതൃകയാണ്. ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്, അത് മാനവികതയുടെ പാരമ്പര്യമാണ്. ചേരിചേരാ നയത്തിന് ധാർമ്മികമായും നേതൃപരമായും കാർമ്മികത്വം വഹിച്ച ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. അത്ര പക്വമായ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ മൂല്യങ്ങളുടെ പേരിൽ മാത്രം മേൽക്കൈ നേടിയ രാജ്യമാണ് ഇന്ത്യ. സമ്പത്ത് കൊണ്ട് മേൽക്കൈ നേടിയവരല്ല, നാട് സമ്പത്ത് കൊണ്ട് മേൽക്കൈ നേടിയവരല്ല. ഡിപ്ലോമസി കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും മാനുഷികത കൊണ്ടും ജനാധിപത്യത്തിന്റെ ഉദാത്തമായ കാഴ്ചപ്പാട് കൊണ്ടും ലോകത്ത് മേൽക്കൈ ഉണ്ടായിരുന്ന ചേരിചേരാനായിട്ട് നായകത്വം വഹിച്ച് സർവ്വനില മധ്യസ്ഥം വഹിച്ച മനുഷ്യത്വം ഉച്ചരിച്ചിരുന്ന അത് പ്രയോഗവൽക്കരിച്ചിരുന്ന ഒരു മഹിതമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്ര താല്പര്യം ഉയർത്തിപ്പിടിച്ച് രാജ്യനിവാസികൾ ലോകത്തിന് വികാരം മാനിച്ച് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്രബന്ധം വിച്ഛേദിക്കണമെന്നും ഇസ്രായേലിന് കൊടുക്കുന്ന സൈനിക സഹായം പിൻവലിക്കണമെന്നും ഓർമ്മപ്പെടുത്താൻ അഭ്യർത്ഥിക്കാൻ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണകൂടം രാജ്യത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരം ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി ഇവിടെ പറഞ്ഞു, കരമനസ്സിൽ സൂചിപ്പിച്ചു. ഇസ്രായേലിന് സഹായകരമാകുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക്, ഈ അക്രമികൾക്ക് സഹായകരമാകുന്ന ഒരു ഉൽപ്പന്നം 1 രൂപ കൊടുത്ത് ഞാൻ വാങ്ങില്ല എന്ന് തീരുമാനിക്കാൻ, ഉപയോഗിക്കില്ലെന്ന് തീരുമാനം, കിട്ടിയത് കയ്യിലുള്ളത് ഉപേക്ഷിക്കണമെന്നല്ല, ഇത് വാങ്ങില്ല എന്ന് തീരുമാനിക്കാൻ, അത് ക്യാമ്പയിൻ നടത്താൻ പെപ്സി മാത്രമല്ല, കൊക്കോ കോള മാത്രമല്ല, മിറിൻഡ മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന ചോക്ലേറ്റുകളും കുളിക്കുന്ന സോപ്പും ഓട്സും ഉൾപ്പെടെ നമ്മുടെ അടുക്കളകളെ പോലും സ്വാധീനിച്ച തിന്മയുടെ ശക്തികളെ ശാക്തീകരിക്കുന്ന സർവ്വ സാമ്പത്തിക സ്രോതസ്സിനെയും ധാർമ്മിക രക്ഷ പുലർത്തിപ്പിടിച്ചുകൊണ്ട് അതെല്ലാം ബഹിഷ്കരിക്കാൻ, അത് കാണുമ്പോൾ ഗസയുടെ രക്തസാക്ഷികളായ അല്ലെങ്കിൽ ആ പിഞ്ചുമക്കളെ ഓർത്തുകൊണ്ട്, ആ മുലപ്പാൽ കുടിക്കേണ്ട പ്രായത്തിൽ ബോംബ് വർഷിച്ച് ചിന്നച്ചിതുവരെ ഓർത്തുകൊണ്ട് അത് ഉപേക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും.